ഫാദർ തരിയനു വേണ്ടി തല്ലുകൊണ്ടത് ആര്? സഭാവിശ്വാസികളെ, നിങ്ങളോടാണ്. നിങ്ങളെ തന്നെ വിളിക്കുന്നത് സഭാസ്നേഹികൾ എന്നാണല്ലോ. എന്നിട്ടും നിങ്ങൾ എന്താണ് ഇങ്ങനെ? എന്തിനാണ് നിങ്ങൾ ഫാദർ തരിയനു വേണ്ടി പോലീസിന്റെ തല്ലുകൊണ്ടത്? എന്തിനാണ് നിങ്ങൾ ഇത്രയും ക്രിമിനൽ കേസുകൾ ഏറ്റുവാങ്ങിയത്? ശ്രീ കുര്യാക്കോസും ശ്രീ പുത്തരിക്കനുമടക്കം തല്ലുകൊണ്ട സകലരോടും ഞങ്ങൾക്ക് സഹതാപമുണ്ട്. എങ്ങു നിന്നോ വന്നവരാണ് പോലീസ് ബന്ദവസിലായി നിങ്ങളിൽ ഏറിയ പങ്കുമെന്ന് പോലീസ് സ്റ്റേഷനിലെ അഡ്രസ് ബുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ബിഷപ്സ് ഹൗസിന് മുന്നിൽ നിന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും കുടുംബത്തിൽ പരസ്യമായി പ്രദർശിപ്പിക്കാവുന്നതാണോ എന്ന് പരിശോധിച്ചു നോക്കൂ. പച്ചത്തെറി പറയുന്ന വീഡിയോകൾ കേട്ടാൽ നിങ്ങളോട് അറപ്പ് തോന്നും എന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചുമ്മാ തെറി പറയുന്ന, വഴിയോരത്ത് നിന്ന് മദ്യം കഴിക്കുന്ന തരം താണ തെമ്മാടിക്കൂട്ടത്തിലെ അംഗമാണ് എൻ്റെ അപ്പൻ എന്ന് പറയുവാൻ നിങ്ങളുടെ മക്കൾക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീകൾ ഇതെങ്ങനെ സഹിക്കുന്നുവെന്ന് മനസ്സിലാവുന്നില്ല. അവരും നിങ്ങളെപ്പോലെ തന്നെ തെറിക്ക് തെറി മറുപടിയായി പറയുന്നവരാണോ? അവരുടെ മക്കൾ അവരെ അമ്മ എന്ന് ഇനിയും വിളിക്കുമോ? പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും തെറിയും തെമ്മാടിത്തരവുമല്ലാത്ത അനേകം മാർഗങ്ങളുണ്ട്. നിങ്ങളുടെ നേതാക്കൾ അത് പറഞ്ഞു തരാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. കാരണം ഒന്നേയുള്ളൂ, ഫാദർ പുതുവയ്ക്കും ഫാദർ തരിയനും നിങ്ങൾ വെറും കൂലിത്തല്ലുകാർ മാത്രമാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ അവർ വേറെ മേച്ചിൽപ്പുറം തേടിപ്പോകും. നിങ്ങളുടെ ചെലവിൽ അവരുടെ വിലപേശൽ ബലം വർദ്ധിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം. അതവർ നേടിയെടുക്കും. വീണ്ടും നിങ്ങൾ കറിവേപ്പിലയായി ഇവിടെ തുടരും. സ്വയം വെളിപ്പെടുത്തപ്പെട്ട നിങ്ങളുടെ വൃത്തികെട്ട സ്വഭാവവും ഭാഷയും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കൾക്ക് അരോചകമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ സഭാസ്നേഹികളല്ലെന്നും ഇതിനു മുമ്പൊരിക്കലും നിങ്ങളുടെ നേതാക്കൾ സഭാവേദികളിൽ പ്രത്യക്ഷപ്പെടുകയോ സഭയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയോ ചെയ്തിട്ടില്ലെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രശ്നം അതൊന്നുമല്ല. നിങ്ങൾ വെറും തരം താണ മനുഷ്യരാണെന്ന് സ്വയം വെളിപ്പെടുത്തപ്പെട്ടു എന്നതാണ് ഗുരുതരമായ സാമൂഹ്യ പ്രശ്നമായി മാറാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ നേതാക്കൾ പുതിയ പദവികൾ ഏറ്റുവാങ്ങും. അതിനിടയിൽ നിങ്ങൾ മനുഷ്യരെ കൂടുതൽ വെറുപ്പിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ വീണ്ടും സഹോദരരായി ഇടവകയിൽ കഴിയേണ്ടവരാണെന്ന ബോധ്യം നിങ്ങളെ നയിക്കട്ടെ.